അങ്ങനെ കൂട്ടി കേൾട്ടൺ 10 വരുന്നു, മുഹ്സിൻ പെരാരയുടെ. അത് ഞാൻ അപ്പോഴും വിചാരിക്കുമ്പോ നമ്മൾ അത്രയും സ്റ്റേജിലാണ് വരുന്നത്. നമ്മൾ ഇതൊക്കെ നിർത്തി പോവാം എന്നുള്ളൊരു പ്ലാനിലോട്ട് എത്തി, എല്ലാം സ്റ്റോപ്പ് ചെയ്ത് വേറെ ജോലി പരിപാടികളിൽ നോക്കാം, പുറത്തു പോവാം എന്നൊക്കെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് കേൾട്ടൺ 10 വരുന്നത്. അങ്ങനെ കേൾട്ടൺ 10 വന്നപ്പോ വിചാരിച്ചു കേൾട്ടൺ 10 ശേഷം കംപ്ലീറ്റ് സിനിമകളായിരിക്കും. അതും കഴിഞ്ഞ ആ പടം അത്യാവശ്യം നന്നായി വന്നു. പക്ഷെ വീണ്ടും എന്താ വെച്ചാൽ സിനിമയ്ക്ക് ഒരിക്കലും സ്ട്രഗിളിലും നമ്മൾ ഈ അന്വേഷണം അവസാനിക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ആ ഡയറക്ടർ ഒന്ന് വിളിച്ചോണം, ആ ഡയറക്ടർ പരിപാടി പിടിക്കണം, അത് പിടിക്കണം, ഇത് നന്നാവണം, ഇനി ഇറങ്ങാനുള്ളത് നന്നാവണം. നമുക്ക് എപ്പോഴും ഇതിന്റെ സ്ട്രഗിൾ ഇങ്ങനെ നിൽക്കില്ല എന്നുള്ളതാണ്. അത്രയും മത്സരം കൂടിയാണല്ലോ, അത്രയും ആളുകൾ, പുതിയ ആളുകൾ വരുന്നു, അത്രയും താരങ്ങള് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അവരോടാണല്ലോ നമ്മൾ മത്സരിക്കുന്നത്. അതെ, മത്സരത്തിനപ്പുറം ഇതെന്താന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഉള്ളിൽ തന്നെ സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നത്. അതായത് ഇതിപ്പോ നമുക്ക് തോന്നാണ്, നമുക്കിത് നമ്മളെ ഒന്നുകൂടിയും മെല്ലെ മെല്ലെ നമ്മുടെ കരിയർ നന്നായി ഉയർത്തണം, നമ്മുടെ ആക്ടിങ് സ്കില്ല് നന്നാക്കണം, ഇതൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നല് എന്ന് നിൽക്കുന്നു. നമ്മൾ പെർഫെക്റ്റ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർന്ന്, പിന്നെ അത് അവിടെ വെച്ച് നിർത്താന്നുള്ളതാണ്. പക്ഷെ നമുക്കിത് ഒരിക്കലും അങ്ങനെ ഈ ആർട്ടിന് അങ്ങനെ ഒരു സാധനം ഉണ്ട്, അങ്ങനെ ഒരു പോയിന്റ് ഇല്ലല്ലോ, ഒരു സക്സസ് പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇല്ല. വീണ്ടും അവിടുന്ന് പിന്നെ മുന്നോട്ട് പോകാനുണ്ട്.